ഇപ്പോൾ എൻ്റെ അടുത്ത് സെൽഫി എടുക്കാൻ ആരും വരുന്നില്ല, സിനിമയിൽ അവസരങ്ങൾ കുറഞ്ഞു എന്ന് പാർവതി തിരുവോത്ത്. കൂടുതൽ ആലോചിച്ച് പോകേണ്ട കാര്യമൊന്നുമില്ല എന്തുകൊണ്ടാണെന്ന്. ഈ ചിത്രത്തിൽ കാണുന്ന ഒരാളാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം, മമ്മൂട്ടി. ഇനി കാര്യത്തിലേക്ക് വരാം. ആദ്യമേ എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങൾക്ക് പാർവതി തിരുവോത്ത് എന്ന് പറയുന്ന നടി ഇഷ്ടമാണോ? ആണെന്നുണ്ടെങ്കിൽ യെസ് എന്ന് കമൻറ്റ് ചെയ്യുക, അല്ലെന്നുണ്ടെങ്കിൽ നോ എന്ന് കമൻറ്റ് ചെയ്യുക. ഞാനിന്ന് പാർവതി തിരുവോത്തിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വരുന്നു. മനോരമ ന്യൂസിലാണ് ഈ സ്റ്റേറ്റ്മെൻറ്റ് വന്നിരിക്കുന്നത്. ഇപ്പോൾ ആരും എൻ്റെ അടുത്ത് സെൽഫി എടുക്കാൻ വരുന്നില്ല, അവസരങ്ങളും കുറഞ്ഞു, പാർവതി എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഈ വാർത്ത ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ജസ്റ്റ് ഞാൻ ആ വാർത്ത ഇവിടെ വായിച്ചു വിടാം. സിനിമയിലെ അവസരങ്ങൾ നഷ്ടപ്പെടുന്നതിനെക്കുറിച്ച് തുടർന്ന് പറഞ്ഞ നടി പാർവതി തിരുവോത്ത് ഒന്നിന് പിറകെ ഒന്നായി ഹിറ്റുകൾ കൊടുത്തിട്ടും തനിക്ക് വളരെ കുറച്ച് സിനിമകൾ ചെയ്യാൻ കഴിഞ്ഞുള്ളൂവെന്നും ചിലർക്കൊപ്പം കാസ്റ്റ് ചെയ്യപ്പെടാറേ ഇല്ലെന്നും താരം പറയുന്നു. നേരത്തെ സെൽഫി എടുക്കാനും സംസാരിക്കാനും നിറയെ ആളുകൾ ഉണ്ടായിരുന്നുവെന്നും ഇപ്പോൾ ആരും മുഖം തരുന്നില്ലെന്നും താരം പറയുകയാണ്. എനിക്ക് ഇൻഡസ്ട്രിയിൽ ആരുമായി അത്ര അടുത്ത ബന്ധമില്ല. ചിലരുടെ വർക്കുകൾ എനിക്ക് ഇഷ്ടമാണ്, പക്ഷേ എനിക്ക് നിങ്ങൾ ഒരു സിനിമ തന്നേ തീരൂ എന്ന് പറയാറില്ല. എനിക്ക് ബഹുമാനം നൽകിയാൽ മതി. എൻ്റെ കൂടെ കാണപ്പെടുക എന്നത് ഇപ്പോൾ ഒരു സ്റ്റേറ്റ്മെൻറ്റായി മാറി. അതുകൊണ്ട് പലരും അതൊഴിവാക്കാനാണ് ശ്രമിക്കുന്നത്. കളക്റ്റീവ് രൂപീകരിക്കുന്നതുവരെ തുടർച്ചയായി ഹിറ്റുകൾ നൽകിക്കൊണ്ടിരുന്ന അഭിനേത്രിയായിരുന്നു ഞാൻ. എനിക്കൊപ്പം നിറയെ പേരുണ്ടായിരുന്നു. സെൽഫി എടുക്കാനും സംസാരിക്കാനും ഒക്കെ നിറയെ ആളുകൾ കളക്റ്റീവ് രൂപീകരിക്കപ്പെട്ടു. വിവാദങ്ങൾ ഉണ്ടായി. ആരും എനിക്കിപ്പോൾ മുഖം തരുന്നില്ല. 7-8 വർഷം ഇങ്ങനെ തുടർന്നപ്പോൾ അതിൽ നിന്നും ഞാൻ കുറെ പഠിച്ചു. ഇപ്പോൾ ഇതൊന്നും എന്നെ ബാധിക്കുന്നില്ല എന്നുള്ള രീതിയിൽ പാർവതി തിരുവോത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഞാൻ കണ്ടു. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നിങ്ങളുടെ പ്രവൃത്തിയും വായിക്കിടക്കുന്ന നാവുമാണ്. മമ്മൂട്ടിയെ പോലുള്ള ഒരു നടനെതിരെയൊക്കെ സ്റ്റേറ്റ്മെൻറ്റ് പറയാൻ നേരത്ത് തീർച്ചയായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കണം, മമ്മൂട്ടി മലയാള സിനിമയിലെ ഒരു വൻമരമാണ്. നിങ്ങൾ അത്രത്തോളം വളർന്നിട്ടില്ലാത്ത കയറി വന്നുകൊണ്ടിരിക്കുന്ന ഒരു നടിയാണ്. സെയ്റ്റ് എന്നൊക്കെ പറഞ്ഞു തരാൻ ഗീതു മുഹമ്മദോസിനെ പോലുള്ള ആൾക്കാരൊക്കെ നിങ്ങളുടെ പിന്നിലുണ്ടായിരുന്നു. അന്ന് നിങ്ങളെ കൊണ്ട് കുഴിയിൽ ചാടിച്ചു. ഇപ്പോൾ അവരൊക്കെ വേറെ ഭാഷയിൽ പോയിട്ട് സെയ്റ്റ് കസബ എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ യാഷിനെ വെച്ചിട്ട് സിനിമ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സിനിമയുടെ ഒരു ടീസർ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ഒരു സ്ത്രീ ഏത് വസ്തുവായിട്ടാണ് അതിനകത്ത് കാണിക്കുന്നത്. ഒരു സ്ത്രീയുടെ ശരീരത്തേക്ക് ബിയർ ഒഴിക്കുന്ന യാഷിനെ നമുക്ക് അവിടെ കാണാം. അപ്പോൾ ഒരു സ്ത്രീയുടെ ശരീരം എങ്ങനെയാണ് ഗീതു മോഹൻദാസ് ഭാഷ മാറിപ്പോയപ്പം കൈകാര്യം ചെയ്യുന്നത് ആ ടീസറിൽ എന്ന് നമുക്ക് അവിടെ കാണാൻ പറ്റും. അന്ന് സെയ്റ്റ് എന്നൊക്കെ പറഞ്ഞ ആൾക്കാരുടെ എരിയും പുളിയൊക്കെ കേട്ടിട്ടുണ്ട്. മമ്മൂട്ടിക്കും അല്ലെങ്കിൽ കസബ സിനിമയ്ക്കെതിരെ ഡയലോഗ് പറഞ്ഞപ്പോൾ ആലോചിക്കണമായിരുന്നു ഇങ്ങനെയുള്ള അവസരങ്ങൾ വരുമോ. മമ്മൂട്ടിക്കെതിരെ മമ്മൂട്ടിയുടെ സിനിമയ്ക്കെതിരെയൊക്കെ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ട് നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കി. കയറി വരുന്ന നടിക്ക് പിന്നെ കേരളത്തിൽ എവിടെയെങ്കിലും ഭാവി ഉണ്ടാകും എന്ന് കരുതുന്നുണ്ടോ? ഇവരെ കാസ്റ്റ് ചെയ്യാൻ നേരത്തെ ബാക്കിയുള്ളവർ പിണങ്ങും എന്നുള്ള ഭയത്തിൻ്റെ പേരിൽ പല ആൾക്കാർ ഇവരെ സമീപിക്കില്ല. ഞാനിപ്പോഴും വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്, മലയാളത്തിൽ ഇന്ന് മികച്ച രീതിയിൽ അഭിനയിക്കാൻ കഴിവുള്ളൊരു നടിയാണ് പാർവതി തിരുവോത്ത്. എനിക്ക് ആ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല. ഉർവശിയുണ്ട്, മഞ്ജു വാര്യരുണ്ട്, പാർവതി തിരുവോത്തുണ്ട്. ഇന്നും നമ്മുടെ മേഖല നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിലൊന്ന് നല്ലൊരു നടിയില്ല എന്നുള്ളതാണ്. പക്ഷെ പലർക്കും പാർവതി തിരുവോത്തിനെ ഒരു സിനിമയിൽ ഉപയോഗിക്കാൻ ഭയമാണ്. ഒരു പൃഥ്വിരാജിൻ്റെ പാർവതി തിരുവോത്തിൻ്റെ ഒരു പടം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. കസബയൊക്കെ ഇറങ്ങിയതിന്, കസബയുടെ വിവാദമൊക്കെ ഉണ്ടായതിനു ശേഷം പാർവതി തിരുവോത്തിൻ്റെ മുഖമുണ്ട് എന്നുള്ള ഒറ്റ പേരിൽ പടം തിയേറ്ററിൽ ഏത് രീതിയിൽ പൊട്ടിപ്പോയെന്ന് നമ്മൾ കണ്ടാണ്. ഇതുപോലെ പല പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പിന്നെ പാർവതി തിരുവോത്തിൻ്റെ പല സ്റ്റേറ്റ്മെൻറ്റുകളും വിവാദമാറുണ്ട്. ചില കാര്യങ്ങളൊക്കെ എന്ന് പറയാൻ നേരത്ത് പാർവതി തിരുവോത്ത് സ്ത്രീക്കും പുരുഷനും തുല്യവേതനത്തെ പറ്റിയൊക്കെ സംസാരിക്കുന്ന പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇവിടുത്തെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ, എങ്ങനെയാണ് സിനിമ മേഖലയിൽ സ്ത്രീക്കും പുരുഷനും തുല്യവേതനം നൽകാൻ കഴിയുക? അങ്ങനെ കൊടുക്കാനേ പറ്റില്ല. ഇപ്പോൾ സിനിമ എന്നല്ല, ഇപ്പോൾ നമ്മൾ കഴിവും പ്രാപ്തിയും യൂസ് ചെയ്ത് അല്ലെങ്കിൽ മാർക്കറ്റ് ചെയ്ത് വ്യൂ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ബിസിനസ് നടത്തണമെന്നുണ്ടെങ്കിൽ സ്ത്രീ പുരുഷൻ എന്നല്ല നോക്കുന്നത്, ബിസിനസ് ചെയ്യാൻ കഴിവുണ്ടോ എന്നാണ് നോക്കേണ്ടത്. ഇപ്പോൾ നയൻതാരയും അജു വർഗീസും ഒരു സിനിമയിൽ അഭിനയിക്കുന്നു. നയൻതാരയ്ക്കാണ് ഫസ്റ്റ് പേയ്മെൻറ്റ് കൂടുതൽ കിട്ടുന്നത്, അജു വർഗീസിൻ്റെ പകുതി പോലും കിട്ടത്തില്ല. അവിടെയാണ് ബിസിനസ്, നയൻതാരയുടെ ബിസിനസ് നമുക്ക് കാണാൻ പറ്റും. ഇത് തന്നെയാണ് സ്ത്രീ പുരുഷൻ എന്നുള്ള അല്ല ഒരു സിനിമയിൽ നമ്മൾ നോക്കുന്നത്. അവിടെ ആർക്ക് ഏത് രീതിയിൽ ബിസിനസ് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ഇതിനെപ്പറ്റിയൊക്കെ പാർവതി തിരുവോത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇവിടെ നമ്മൾ റിസർവേഷൻ കൊടുക്കാനല്ല ഉദ്ദേശിക്കുന്നത്. സ്ത്രീക്കും പുരുഷനും ഒരുപോലെ സാലറി കൊടുക്കാൻ ഇത് ഗവൺമെൻറ് ഓഫീസും അല്ല. അല്ല, പാർവതി തിരുവോത്തിൻ്റെ സിനിമയിൽ അഭിനയിക്കുമ്പോൾ പാർവതി തിരുവോത്തിന് കിട്ടുന്ന സാലറി അല്ലല്ലോ ഒരു സഹനടിക്ക് കിട്ടുന്നത്. വ്യത്യാസം വരുന്നില്ലേ? അല്ലെങ്കിൽ ഒരു സഹനടന് കിട്ടുന്നത്, പ്രധാനപ്പെട്ട നടനല്ലെന്നുണ്ടെങ്കിൽ പാർവതി തിരുവോത്തിൻ്റെ സാലറി അത്രയും ഒരു സഹനടന് കിട്ടുമോ? ഇല്ല. ഇപ്പോൾ ഉള്ളൊഴുക്ക് എന്ന് പറയുന്ന സിനിമയിൽ പാർവതി തിരുവോത്തിൻ്റെ പേരായിട്ട് ചെയ്ത ഒരു നടനുണ്ട്. ആ നടനും പാർവതി തിരുവോത്തിനും ഒരേ സാലറിയാണോ കിട്ടിയത്? അല്ല, വ്യത്യാസമില്ല. പാർവതി തിരുവോത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ ഉർവശിയുടെ പേരിലാണ് ആ പടം മാർക്കറ്റ് ചെയ്തത്. വ്യത്യാസം വളരെ സിമ്പിളാണ്. ഇതുപോലും അറിയാത്ത ആൾക്കാരാണ് വെറുതെ ഇരുന്നിട്ട് സ്ത്രീക്കും പുരുഷനും തുല്യത വേണം അല്ലെങ്കിൽ തുല്യമായ രീതിയിൽ സാലറി കൊടുക്കണമെന്നൊക്കെ പറഞ്ഞു. ചില മീഡിയക്കാരൊക്കെ ഇതുമായി ബന്ധപ്പെട്ടൊക്കെ വീഡിയോ ചെയ്യുന്നത് കണ്ടു. ഈ മീഡിയക്കാരുടെ ഓഫീസിൽ എല്ലാവർക്കും തുല്യമായിട്ടാണോ കൊടുക്കുന്നത്? അല്ല. ആർക്കാണ് കൂടുതൽ വാർത്താ പ്രാധാന്യം, ആരാണ് പ്രേക്ഷകരെ ഈ സ്ക്രീനിലേക്ക് എത്തിക്കുന്നത്, അവർക്ക് സാലറി കിട്ടും. ഇതറിയാത്ത ആൾക്കാരൊന്നുമല്ല. ഇവിടുത്തെ പാർവതി തിരുവോത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത്
വേണ്ടാത്ത കാര്യങ്ങൾ തലയെടുത്ത് വെക്കും, അനാവശ്യമായ രീതിയിൽ വിവാദങ്ങളുണ്ടാവും, മമ്മൂട്ടിയെ പോലുള്ള ആൾക്കാരൊക്കെ ചൊറിയാൻ പോകും. അവസാനം ഫാൻസുകാർ പാർവതി തിരുവോത്തിനെ വലിയ രീതിയിൽ വിമർശിക്കുകയും സോഷ്യൽ മീഡിയ തേച്ചൊട്ടിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നടന്ന കാലാപരിപാടിയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന അവസരങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോയിരുന്ന പാർവതി തിരുവോത്തിനെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഇന്നും അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊരു മേഖലയിലേക്ക് വരരുത്, നമുക്ക് കാല് വെക്കാൻ ഒരു സ്പേസ് ഉണ്ടാക്കിയിട്ട് വേണം നമ്മൾ വലിയ ഡയലോഗ് അടിക്കാൻ പോകാൻ. അതല്ലെന്നുണ്ടെങ്കിൽ പാർവതി തിരുവോത്തിൻ്റെ അവസ്ഥ വരും എന്ന് എല്ലാവരും മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. കൂടെ നിന്ന് സൈറ്റ് എന്ന് പറഞ്ഞ ആൾക്കാരൊക്കെ വേറെ ഭാഷയിൽ പോയിട്ട് വേറെ സിനിമകളൊക്കെ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എരികേറ്റി വിട്ടവരൊക്കെ വേറെ ഭാഷയിൽ പോയി. പാർവതി തിരുവോത്ത് ഇപ്പോഴും ഇരുന്നിട്ട് എന്നോടൊപ്പം ആരും സെൽഫി എടുക്കുന്നില്ല, അല്ലെങ്കിൽ അവസരങ്ങൾ നഷ്ടപ്പെടുന്നു എന്നുള്ള രീതിയിലൊക്കെ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ നാട്ടിലെ ഉർവശിയെപ്പോലുള്ള നടിമാരൊക്കെ ഇന്നും വർക്ക് ചെയ്യുന്നുണ്ട്. എവിടെയെങ്കിലും ഒരു വിവാദം ഉണ്ടാക്കും നമ്മൾ കണ്ടിട്ടുണ്ട്. സിനിമ മേഖലയിൽ അവർ കൃത്യമായ രീതിയിൽ അവർ വർക്ക് ചെയ്യുന്നുണ്ട്. ഇന്നും പേരും പ്രശസ്തിയും ഉർവശിയെ പോലുള്ള നടിമാർക്ക് നമ്മുടെ മേഖലയിലുണ്ട്, സിനിമ മേഖലയിലുണ്ട്. ഇവർക്കെല്ലാം അവസരങ്ങളും കിട്ടുന്നുണ്ട്. ഇത് വലുതായിട്ട് ആലോചിച്ച് സമയം കളയേണ്ട കാര്യമൊന്നുമില്ല. പാർവതി തിരുവോത്തിൻ്റെ വാക്കിൻ്റെ പ്രശ്നമാണ്, നാക്കിൻ്റെ പ്രശ്നമാണ്. അനാവശ്യ രീതിയിൽ ആൾക്കാരെ പോയി ചൊറിയാൻ നിന്ന് കഴിഞ്ഞാൽ വലിയ രീതിയിൽ തിരിച്ച് പണി മേടിച്ച് കിട്ടും എന്നുള്ളതിന് ഏറ്റവും കൂടുതലത്തെ ഉദാഹരണമാണ് പാർവതി തിരുവോത്ത്. ടാലൻ്റുള്ള നടിയാണ്. അനാവശ്യമായ രീതിയിൽ പലയിടത്തും സംസാരിക്കാൻ പോയിട്ട് പണി മേടിച്ച് കൂട്ടി എന്നുള്ളത് മാത്രമേ എനിക്ക് പറയാൻ